ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണല്ലേ മെലസ്റ്റോമ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സുകൾ വെച്ചിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും, അതെങ്ങനെയെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മെലസ്റ്റോമ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണല്ലേ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല വൈറ്റ് കളറിലുണ്ട്. മെലസ്റ്റോമ വൈറ്റ്, യെല്ലോ കളർ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ കട്ടിങ്സുകൾ വെച്ചിട്ട് നമുക്ക് മെലസ്റ്റോമ പ്ലാന്റുകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുക കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേര് വന്നതും എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ തളിര് ഇലയുടെ ഭാഗം വെച്ചിട്ട് വല്ലാതെ മെച്ചുറായ പീസ് വേണ്ട, അതേപോലെ തന്നെ ചെറിയ പീസ് വെച്ചിട്ടാണ് കേട്ടോ. അതേപോലെ കണ്ടില്ലേ, വളരെയധികം ഭംഗിയായിട്ട് ഇതാ നമുക്ക് വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കട്ടിങ്സുകൾ എടുക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ ലാസ്റ്റ് ഭാഗത്ത് കാണുന്ന ഈ ലീഫ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നിന്നാണ് നമുക്ക് വേര് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പുതിയ ലീഫുകളൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം വന്നിട്ടുള്ളതാണ് കേട്ടോ. സാധാ വെള്ളം മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള കുപ്പികളിൽ വെച്ച് പോട്ടിൽ വെച്ചാൽ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ നിൽക്കും. പിന്നെ ഇതിൻ്റെ നടുഭാഗം വെള്ളത്തിൻ്റെ സെൻറ്ററിലായിട്ട് വരും, അല്ലെങ്കിൽ ഈ കുപ്പിയുടെ ഒരു സൈഡിലായിട്ട് നിന്നാൽ വേര് വരാൻ പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഓരോ കട്ടിങ്സുകൾ വെച്ചതിലും വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ കണ്ടത് രണ്ടാമതായിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി ഇതും കൂടെ ഒന്ന് നോക്കാം. കണ്ടില്ലേ, എന്ത് ഭംഗിയിലാണല്ലേ വേരുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടാണ് മെലസ്റ്റോമ പ്ലാന്റിൻ്റെ കട്ടിങ്സുകൾ പിടിപ്പിച്ചെടുക്കാറുള്ളത്. അതും ഒരുപാട് പീസുകൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ ഒക്കെയാണ് നമുക്ക് പിടിച്ച് കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ്. വെറുതെ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് അതിൽ കട്ടിങ്സുകൾ എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കട്ടിങ്സുകൾ എടുക്കാൻ നോക്കുക. കണ്ടില്ലേ, ഇതിലും വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 പീസാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നുപോലും നാശമായി പോയിട്ടില്ല കേട്ടോ. എല്ലാത്തിലും വേര് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഒരാഴ്ച കഴിഞ്ഞാൽ വെള്ളം ഒന്ന് മാറ്റി പുതിയ വെള്ളം എടുത്ത് അതിൽ മാറ്റി കൊടുക്കുക കേട്ടോ. അത് മാത്രം ചെയ്താൽ മതി, അല്ലാതെ ഒരു പ്രയാസമല്ല. നമുക്ക് വേര് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോട്ടി മിക്സിലേക്ക് മാറ്റി വെച്ചാൽ നല്ലൊരു പ്ലാന്റായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മെലസ്റ്റോമയുടെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ മണലിൽ വെച്ചും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇത്ര ഈസി ആയിട്ട് നമുക്ക് മണലിൽ വെച്ചാലും വേര് പിടിച്ച് കിട്ടാറില്ല കേട്ടോ. നമ്മൾ ഒഴിക്കുന്ന വെള്ളം കൂടുതലായും കുറവായും ഒക്കെ ചിലപ്പോൾ അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കവർ ചെയ്തിട്ടൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെ തൈകൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മെലസ്റ്റോമ പ്ലാന്റിൻ്റെ കട്ടിങ്സുകൾ വെച്ചിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. ഞാൻ എല്ലാ പ്ലാന്റ്സുകളുടെ കട്ടിങ്സുകൾ വെച്ചും പരീക്ഷണങ്ങൾ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. വേറൊരാളും പറഞ്ഞതോ കണ്ടതോ ഒന്നും ഞാൻ ചെയ്തതല്ല കേട്ടോ. ഇതേപോലെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ശരിക്കും അത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച്. ഇനി നമുക്കിത് പോട്ടി മിക്സിലേക്ക് മാറ്റി നടണം. ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പോട്ടി മിക്സ് ഒന്നും ഇപ്പോൾ വെച്ച് നമ്മൾ ഇത് പോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ വാട്ടർ ബോട്ടിലാണ് ഞാൻ ഈ ഒരു കട്ടിങ്സുകൾ വെച്ചിട്ട് വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എത്ര പീസ് വെച്ചാലും നമുക്ക് ഇതേപോലെ കട്ടിങ്സുകൾ വെച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേര് വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാനും പറ്റും. ഇതേപോലുള്ള ബോട്ടിലുകളാവുമ്പോൾ വാട്ടർ ബോട്ടിലിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കാണാനും പറ്റും വേര് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാന്റുകളെല്ലാം റീപോട്ട് ചെയ്യണം. അതിന് വേണ്ടത് പോട്ടി മിക്സും ഏതാണെന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഈ പുതിയ ലീഫുകളൊക്കെ
വെച്ചതിന് ശേഷം വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരു 2-3 ആഴ്ച കൊണ്ട് ഇതുപോലെ ആയി കിട്ടും കേട്ടോ. 2 ആഴ്ചയൊക്കെ മതി. അപ്പോൾ ഇത്രയും നമുക്ക് വേര് വളർന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചെറിയ പോട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എപ്പോഴും നമ്മൾ ചെറിയൊരു പോട്ട് സെലക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് അതിലിട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ ഇത്തിരി ചെറിയ കല്ലിൻ്റെ പീസുകളാണ് കേട്ടോ. അതെന്തായാലും ചെയ്ത് കൊടുക്കണം. വെള്ളം കെട്ടി നിന്നാലൊക്കെ പെട്ടെന്ന് നാശമായി പോവും. അപ്പോൾ ഇതേപോലെ കുറച്ച് കല്ലിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മണ്ണാണ് കേട്ടോ. മണ്ണും അതേപോലെ തന്നെ മണലുമാണ്. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഒത്തിരി കരിയില പൊടിച്ചത് നമുക്ക് ഈ പോട്ടിൻ്റെ അടിവശത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് വേണ്ടി എടുക്കേണ്ടത് നല്ല മണലാണ് കേട്ടോ. മണലും മണ്ണും കൂടെ ചേർത്ത് അതുപോലെ തന്നെ ഇത്തിരി സാഫും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. വളങ്ങളൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ചാണകപ്പൊടി എടുത്താൽ മതി. ഇത് കണ്ടില്ലേ, നല്ല പുഴമണലാണ് കേട്ടോ. ഇവിടെ തരിയായിട്ടുള്ള മണലാണ്. വേര് പെട്ടെന്ന് പിടിച്ച് കിട്ടും ഇതേപോലുള്ള പോട്ടി മിക്സിൽ വെച്ച് കൊടുത്താൽ. അപ്പോൾ ഒരു ഇത്തിരി സാഫും കൂടെ ചേർത്ത് നമുക്ക് ഈ പോട്ടി മിക്സിൽ വേണം ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പോട്ടി മിക്സ് മാത്രം ചേർത്ത് നമ്മൾ ഈ ചെടി നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാഫ് ചേർത്തിട്ടുള്ള ഈ വെള്ളം കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരിത്തിരി സാഫ് ചേർത്തിട്ട് നന്നായി പിന്നെ എടുത്തതിന് ശേഷം ഇതാണ് ഞാൻ എല്ലാ ചെടികൾക്കും പിന്നെ നട്ട് കഴിഞ്ഞാൽ വെച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ മെലസ്റ്റോമ പ്ലാന്റിന് വേര് പിടിപ്പിക്കുന്നതിൻ്റെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.